നമുക്ക് ഈ മർച്ചന്റ്സ് യൂണിയൻ തൃപ്പൂണിത്തുറ നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ യൂണിയൻ പ്രസിഡന്റാ? യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ്. നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ സമാധാനമായിട്ട് കച്ചവടം ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി തൃപ്പൂണിത്തുറയിലെ പോലീസിനോടും എക്സൈസിനോടും ചേർന്ന് നിന്നുകൊണ്ട് സമാധാനം ഉണ്ടോ? ഇപ്പോൾ സമാധാനം കുറവുണ്ട്. വനിതാ മർച്ചന്റിനോട് ചോദിക്കാം, താങ്കൾ എന്ത് ബിസിനസ് ആയിരുന്നു? ഞാൻ ബേക്കറി ബിസിനസ്സാണ് ചെയ്യുന്നത്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഈ ലഹരിക്കാർ കടന്നു കയറുന്നുണ്ടോ? ഇല്ല, നമ്മള് ഒരു അമ്മ എന്ന നിലയിലും കുട്ടികളിലൊക്കെ അവയർനെസ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കളോ? എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാരും ഒരേ കാര്യമാണ് പറയുന്നത് അല്ലേ? അപ്പൊ താങ്കൾ ഏത് മർച്ചന്റാ? മിനി സൂപ്പർ മാർക്കറ്റ് ആയിട്ടാണ് നടത്തുന്നത്. തൃപ്പൂണിത്തറ മർച്ചന്റ്സ് യൂണിയന്റെ ഇതില് ട്രഷററായിട്ടാണ്. നിങ്ങൾ എന്ന് പുതപ്പിച്ചാൽ ഞാൻ സമാധാനിക്കും. തൃപ്പൂണിത്തുറ മർച്ചന്റ്സ് യൂണിയന് വേണ്ടിയിട്ടാണ് ശ്രീകണ്ഠൻ നായർ സാറിനെ ആദരിക്കുന്നത്. വളരെ സന്തോഷം. എല്ലാവിധ അഭിനന്ദനങ്ങളും. SKN40 പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ ലഹരിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം. കുട്ടികളെ പഠിപ്പിക്കുന്നല്ലേ? മാവേലിക്കര വേലുക്കുട്ടി നായരുടെ മകളാണ്. ടീച്ചർ ഏത് കോളേജിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ RLB കോളേജിൽ ഇപ്പൊ പ്രിൻസിപ്പാളാണ്. ഞാൻ അവിടെ പ്രിൻസിപ്പാളാണ്. കലാകാരന്മാരെ കുറിച്ച് പരാതി വന്നു തുടങ്ങി, അതുകൊണ്ടാണ് ഞാൻ ടീച്ചറെ വിളിപ്പിച്ചത്. അതാണ് കലാകാരന്മാരില് അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു പറച്ചിലാണ് ഉണ്ടെന്ന്. പക്ഷെ അതില് പിന്നെ എല്ലാവരും ഒന്നും ഇല്ല എന്നാണ് എനിക്ക് പറയാൻ. ഞാനൊരു കലാ കുടുംബത്തിലുള്ള ഒരാളാണ്. അല്ല, ടീച്ചർ വല്ല ഇൻസ്ട്രുമെന്റും എല്ലാം വായിക്കുമോ? ഞാൻ എന്റെ വീണയാണ് എന്റെ സെറ്റ്. ബാബുനാരായണൻ വയലിനാണ്. വയലിനാണ്. 8 മക്കളാണ് നിങ്ങൾ? 8 പേരും ഇൻസ്ട്രുമെന്റ്സ് വായിക്കും? അല്ല, ഞങ്ങൾ എല്ലാവരെയും അച്ഛൻ സംഗീതം പഠിപ്പിച്ചു എന്നുള്ളതാണ്. എല്ലാവരും സംഗീതം പഠിപ്പിച്ചു. അതില് ഞാനും എന്റെ ബ്രദറും പിന്നെ ഒരു സിസ്റ്ററും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ടീച്ചറെ നമ്മുടെ പിള്ളേരെ നോക്കണം. ഈ കലാകാരന്മാർ വിചാരിച്ചിരിക്കുന്ന ഒരു മണ്ടത്തരം എന്ന് അറിയോ? ഈ കഞ്ചാവ് അതുപോലെ തന്നെ ഈ ബ്രൗൺ ഷുഗർ ഈ സാധനമൊക്കെ കഴിച്ചു കഴിഞ്ഞാല് അവരുടെ കല കുറച്ചുകൂടി ഷാർപ്പാവും. കൊലയായിരിക്കും നടക്കുക. അത് ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ RLB കോളേജിൽ അതില്ല, ഇപ്പോഴും ഇല്ല, നടക്കില്ല. RLB കോളേജിന്റെ വരാന്തയിലൂടെ കണ്ട് പ്രഭുദലക്ഷ്മി കയറി ഇറങ്ങി പോയിട്ടുണ്ട്. അവിടെ കല മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിശക്തമായിട്ട് നടപടിയെടുക്കും. സംഗീതവും കലയും ലഹരിക്കൊരു മറുമരുന്നാണ്. സംഗീതം ലഹരിയാക്കിയാൽ മതി. സംഗീതം ആണ് ലഹരി എന്നാണ് പറയുന്നത്. സംഗീതമാണ് ലഹരി. സംഗീതം അഭി സാഹിത്യം എന്ന് പറയുന്ന പോലെ സംഗീതം അഭി ലഹരി അല്ലേ? ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോ വലിയ യാത്രയല്ലേ? ഓക്കെ, സന്തോഷം. എന്താ പേര്? കവിത. സരിത. ജോജോ. ഞാൻ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റാണ് ഇവിടുത്തെ. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോ കണക്കെടുപ്പ് വേണം, കാര്യം നമ്മൾ ഡിക്ലെയർ ചെയ്ത് പോയി. മാധ്യമരംഗത്തെ 40 വർഷത്തെ സേവനത്തിനുള്ള ഒരു അംഗീകാരം. എന്റെ പേര് സിബിൻ. ഞാൻ തൃപ്പൂണിത്തുറ നോർത്ത് യൂണിറ്റ് വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റാണ്. നിങ്ങളുടെ കടയിലെങ്ങും ഒരു കക്ഷി വരാം. നമുക്കിനി VPS ലേക്ക് ഷോർ പ്രസിഡന്റ് SKN40 വിജയകുമാർ, നമുക്കൊരു ഇടവേള പോകണം.